ഞങ്ങളുടെ ഭരണമായിരുന്നു കോൺഗ്രസിന്റെ നിന്റെ ഓപ്പിലാണ് 70 ദിവസം ഇവിടുത്തെ ഓണർ ജോലിയൊക്കെ പറയുന്നു നടക്കുന്ന 70 ദിവസം കഴിഞ്ഞു എന്നിട്ടും ഗ്യാസ് ഇല്ല. അടുത്ത് കത്തിക്കുന്നു. 70 ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഗ്യാസ് ഇല്ല. ഇനി അടുത്ത മാസം അവിടെ അമ്മ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു ഹലോ ഞാനിവിടെ കൊണ്ടുവന്ന് ബുക്ക് പതിപ്പിച്ചിട്ടാണ് പോയത്. സാധനം മേടിക്കുമ്പോൾ ബുക്ക് പതിപ്പിച്ചാണ് പോയത്. ഇപ്പൊ അവരുടെ സിസ്റ്റത്തിനകത്ത് മാർച്ച് മാസത്തിൽ ഞാൻ കുറ്റിയെടുത്തതായിട്ട് അവരുടെ സിസ്റ്റത്തിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഫെബ്രുവരി 13-ാം തീയതിയാണ് കുറ്റിയെടുക്കുന്നത്. ഞാൻ ഫെബ്രുവരി 13-ാം തീയതി ഡ്രൈവറെ വിളിക്കാൻ പറഞ്ഞു. ഡ്രൈവർ വിളിക്കാൻ ഫോൺ എടുക്കുന്നില്ല. പിന്നെന്തെങ്കിലും വേണ്ടേ? വേണം. പിന്നെന്തോ നീ ഇറങ്ങി വരാൻ പറഞ്ഞില്ല? നിങ്ങളുടെ വീടും സ്ഥലവും പറഞ്ഞിട്ട് ഇന്ന് കൊണ്ടുവരാൻ അവിടെ ഗ്യാസ് ഏജൻസി അവിടെ നിൽക്കുക. ഞങ്ങൾ എന്തോ വേണോ ബുക്ക് ചെയ്തിട്ട് 4 മാസമായി. നൂറുകണക്കിന് പരാതികളുമായാണ് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ കണ്ണൻ ഗ്യാസ് ഏജൻസി പ്രവർത്തിക്കുന്നത്. ഇന്ന് 4 ദിവസമായി തുടർച്ചയായി ഉപഭോക്താക്കളും ജില്ലാ സപ്ലൈ ഓഫീസറും പൊതുജനങ്ങളും മാധ്യമപ്രവർത്തകരും ശ്രമിച്ചിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമാവാതെ നട്ടം തിരിയുകയാണ്. ഗ്യാസ് ഏജൻസി ഉടമ ഗീത എന്ന വനിതയായിരിക്കെ ബിനാമിയായി ഭർത്താവ് ശിവരാമനെയാണ് ഏജൻസിയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഏജൻസിയിലെത്തുന്ന ഓരോരുത്തർക്കും ഇത്തരം 100 അനുഭവങ്ങൾ പറയാനുണ്ട്. മിക്ക ഉപഭോക്താക്കൾക്കും 4 മുതൽ 9 മാസം വരെയായി ഗ്യാസ് ലഭിക്കാതെയായിട്ട് ഓരോ തവണ ഇവിടെ എത്തുമ്പോഴും അത് ബുക്കിംഗ് ആയില്ല എന്ന് പറയുകയും അവരെ മടക്കി അയക്കുകയുമാണ് ചെയ്യുന്നത്. നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തി പ്രതിഷേധിച്ചിട്ടും പ്രശ്നങ്ങൾക്ക് യാതൊരു നടപടിയുമായിട്ടില്ല. അമ്മയാണ് ഇപ്പൊ 9 മാസമായി ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഇപ്പം കിട്ടിയിട്ടില്ല. ഇപ്പൊ 3 തവണ ബുക്ക് ചെയ്ത് 3 തവണയും സാധനം കിട്ടിയിട്ടില്ല. അവസാനം 2ാം തവണ ബുക്ക് ചെയ്തപ്പോ അമ്മ OTP നമ്പർ പറഞ്ഞാന്ന് പറഞ്ഞ് OTP നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് സാധനം കിട്ടിയില്ല. എനിക്ക് ഇവരുടെ വേറെ നമ്പരൊന്നും എനിക്ക് അറിയത്തില്ല. എന്നെ മുട്ട ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക. ഞാൻ എപ്പോഴും ഓടി വരാനൊക്കെ പോകും. ഇപ്പൊ ഇച്ചിരി നല്ല കാലിന് ഇച്ചിരി കുറവായപ്പോ ഓട്ടോയും വിളിച്ച് വന്നേക്കുക. അവിടുന്ന് വണ്ടിക്കൂലി തന്നെ രൂപ 1000 വേണം. ഇപ്പുറമുള്ള വീടുകളിലെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട് സാധനങ്ങൾ. ഈ ഇവിടെ ഉള്ള കുളത്തൂപ്പുഴക്കാർ കൊണ്ട് കൊടുക്കുന്നു, പൊയ്കക്കാർ കൊണ്ട് കൊടുക്കുന്നു, എല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവര് എന്നോട് പറഞ്ഞ് ഇവിടെ വന്ന് നിങ്ങൾ എന്നിട്ട് ഇടയ്ക്ക് ഞാൻ ഒന്ന് വന്ന് ഒരു വണ്ടി വിളിച്ച് വന്ന് ഇത് അന്നേരം കട്ടായി കിടക്കുന്നത് കൊണ്ടാ കണ്ണ് എടുക്കാൻ. അതിനുശേഷം 3 തവണ ബുക്ക് ചെയ്തു. ഈ അമ്മ ഗ്യാസിന് വേണ്ടി നെടുമ്പാറയിൽ നിന്നാണ് 1000 രൂപ ഓട്ടോറിക്ഷ കൂലി കൊടുത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ സാധാരണത്തിൽ ഞങ്ങളാരും ഇവിടെ ഇല്ല എങ്കിൽ ഇവർ തിരിച്ചു പോകേണ്ട ഇവരുടെ തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നേരെ. എങ്കിൽ തന്നെ ഈ നിജസ്ഥിതി അവരെ ബോധ്യപ്പെടുത്തുകയും ഇവരുടെ ബുക്കിനകത്തൊന്നും പതിപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ തവണ OTP വരികയും DIC വരികയും ചെയ്തതിന്റെ പേരിൽ അവർക്ക് ഗ്യാസ് കണക്ഷൻ കുറ്റി ഇപ്പൊ സിലിണ്ടർ നിറ കുറ്റി കൊടുക്കാമെന്ന് പറയുകയും പോകുന്ന വഴിക്ക് ഡെലിവറി വാനുണ്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യാനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രാവിലെ 8 മണി മുതൽ ഞങ്ങൾ പൊതുപ്രവർത്തകരായ എല്ലാവരും ഇവിടെ തന്നെ സജീവമായിട്ടുണ്ട്. 6 മാസക്കാലമായിട്ടുള്ള ജനങ്ങൾ ആൾക്കാരൊക്കെ നമ്മൾ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിനായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഓരോ വീടുകളിൽ പോകുമ്പോൾ ഗ്യാസ് ഏജൻസിയെ കുറിച്ച് വളരെ ആക്ഷേപകരമായിട്ടുള്ള നിരന്തരം ആൾക്കാരുടെ പരാതിയെ തുടർന്നാണ് ഞങ്ങൾ ഇത് അന്വേഷിക്കാനും ഇതിന്റെ പിന്നിലുള്ള കളികൾ എന്താണ്. 3 ദിവസമായിട്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇതിന്റെ എല്ലാം കമ്പ്യൂട്ടർ ഓണാക്കാതിരിക്കുക, മറിച്ച് വിൽക്കുക, അതും 2 ഇരട്ടി വിലക്കൊക്കെ. ഒരു വണ്ടിയൊക്കെ വിളിച്ച് 10-20 കിലോമീറ്റർ വന്നിട്ട് 3 പ്രാവശ്യമൊക്കെയാണ് വരുത്തുന്നത്. എന്നിട്ട് നമ്പർ OTP നമ്പർ ചോദിക്കുക, ആ നമ്പർ നേരെ വരുത്തിയിട്ട് നല്ല വൃത്തിയായിട്ട് വേറുള്ളവർക്ക് മറിച്ച് വയ്ക്കുക. അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ. പിന്നെ ഈ ഗ്യാസ് കൊടുക്കുന്നതിന് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇൻഷുറൻസിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ അങ്ങനെ പൈസ മേടിക്കുക. ഓണർഷിപ്പ് ഒരു ലേഡിയാണ്, അതിന്റെ പാർട്ണർ എന്ന് പറയുന്നത് അവരുടെ ഭർത്താവാണെന്ന് തോന്നുന്നു. അയാളാണ് ഇത് കൈകാര്യം ചെയ്തത്. കൃത്രിമം കാണിച്ചുകൊണ്ട് നല്ല ഒരു 6 വർഷം കൊണ്ട് ഇയാൾ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൺലൈനിൽ പൈസ അടച്ച് ഗ്യാസ് ചെയ്യരുത്. നിങ്ങളുടെ OTP നമ്പർ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത്, അതായത് ഗ്യാസ് അവിടെ കൊണ്ടുവരുന്ന സമയത്ത് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡെലിവറായി മെസ്സേജ് മൊബൈലിൽ വരുമ്പോൾ അവരവിടെ കൊണ്ടെത്തിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. അത് എവിടെയായാലും ആ വീട്ടിൽ കൊണ്ടുവയ്ക്കാം. 5 കിലോമീറ്റർ കഴിഞ്ഞാൽ അതിനുള്ള പൈസ അവർ ഈടാക്കും. 5 കിലോമീറ്ററിനകത്ത് പൈസയും കൊടുക്കണ്ട, പ്രത്യേകിച്ചുള്ള പൈസ കൊടുക്കണ്ട. ഗ്യാസിന്റെ മാത്രം 900 സംതിങ് രൂപയാണ്. അത് മാത്രം ഒരു ദിവസം 100 കണക്കിന് ആൾക്കാരാണ് വന്ന് ബുദ്ധിമുട്ടി പോകുന്നത്. എന്തായാലും ശരി, അതൊരു തിരുത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 1 മാസമൊക്കെ എടുക്കും ഈ ഇത്രയും ഗ്യാസ് ഏജൻസിന്റെ കറക്റ്റ് പോകണമെങ്കിൽ. 6 മാസവും
9 മാസവും ഒക്കെ ആയിട്ട് ആൾക്കാർക്ക് കണക്ഷൻ ഗ്യാസ് കിട്ടുന്നില്ല എന്ന് പറയുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കാം. അത് ചെയ്തതെല്ലാം ഇവിടെ ഇതിന്റെ ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യൻ തന്നെയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായമാണ് പൊതുജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അവർക്ക് കിട്ടുന്ന DAC നമ്പറുകൾ അവരിൽ നിന്ന് കൈക്കലാക്കി മറ്റുള്ളവർക്ക് കൂടുതൽ വിലയ്ക്ക് മറിച്ചു വെക്കുന്നതായിട്ടുള്ള ഗുരുതരമായ വിഷയങ്ങൾ പൊതുപ്രവർത്തകരായ ഞങ്ങൾ കണ്ടെത്തുകയും അതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ കൂടുകയും ഉദ്യോഗസ്ഥർ ഇവിടെ സന്ദർശിക്കുകയും ഞങ്ങൾ പരാതി സ്വീകരിച്ച് പോയിട്ടുള്ളതുമാണ്. ഇന്ന് രാവിലെയും ഞങ്ങൾ ഈ കാര്യങ്ങൾ നന്നായി നടക്കുന്നുവെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിയാണ് ഞങ്ങൾ ഈ പൊതുപ്രവർത്തകർ. എന്നാൽ ഇവിടെ വരുമ്പോൾ തുടർച്ചയായി വരുന്ന ആൾക്കാർ 8-9 മാസങ്ങളായി ഗ്യാസ് കിട്ടാതെ പല പ്രാവശ്യം ഈ സ്ഥാപനത്തിൽ സമീപിക്കുകയും അവരിൽ നിന്ന് DAC നമ്പറുകൾ കൈക്കലാക്കി മറിച്ചു വെക്കുന്നതായിട്ടുള്ള ഗുരുതരമായ പ്രശ്നങ്ങളാണ് വീണ്ടും കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ നിരന്തരമായി ആളുകൾ ഒരേ പരാതിയുമായി വരുന്നത് ഇത് നമ്മൾ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇത് നന്നാവുന്നത് വരെ ഞങ്ങൾ പൊതുപ്രവർത്തകർ ഇവിടെ കൂടി തന്നെ നിൽക്കും. എല്ലാവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെയും ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടുന്ന് ആയിരക്കണക്കിന് സാധനം മാറ്റും, പൊയ്കയിലേക്ക് മാറ്റാനുള്ളതാണ്. ഇതിന്റെ അപേക്ഷ എടുക്കുക, നിമിഷ നേരം കൊണ്ട് ചെയ്യാനാണ് സപ്ലൈ ഓഫീസർ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ആര് വന്നാലും 5 മിനിറ്റിനകം ഇതിന്റെ അപേക്ഷ കൊടുത്ത് ഇത് പൊയ്കയിലേക്ക് മാറ്റി കൊടുക്കും. ഒന്നുമില്ല, ട്രാൻസ്ഫർ ചെയ്ത് തരണം, എന്റെ ഇത് പൊയ്കയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഗ്യാസ് വിതരണത്തിലെ കാലതാമസം, നിശ്ചയിച്ച തുകയേക്കാൾ കൂടുതൽ പണം വാങ്ങൽ, സ്റ്റാഫിന്റെ മോശം ഇടപെടൽ, ഗ്യാസിലെ തൂക്കക്കുറവ്, 5 കിലോമീറ്റർ പരിധിക്കുള്ളിൽ കൂടുതൽ തുക ഈടാക്കൽ, ഏജൻസിയുടെ ഡ്രൈവറുടെ അഹങ്കാര മനോഭാവം, ഏജൻസിയെ ബന്ധപ്പെട്ടാൽ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കൽ തുടങ്ങി നിരവധി പ്രയാസങ്ങളാണ് ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ഈ ഏജൻസിയിൽ നിന്നും നേരിടുന്നത്. ഏജൻസിയുടെ ഇത്തരം ധിക്കാരപരമായ നടപടിക്കെതിരെ തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നാണ് പൊതുപ്രവർത്തകരും ഉപഭോക്താക്കളും പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ വളരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ടാണ് അവർ ഇന്നത്തേക്ക് പിരിഞ്ഞത്.